പ്രിയപ്പെട്ടവരെ, അമേരിക്കയുടെ വജ്രായുധമായ F-35 യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ ഇറാൻ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. 3 യുദ്ധവിമാനങ്ങൾ പൂർണ്ണമായും കരിച്ചു കളയുകയും 3 ഗുരുതരമായ പരിക്കേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഇറാന്റെ ഫാസ്റ്റ് ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന ആക്രമണത്തിലാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു പ്രത്യാഘാതം അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പറഞ്ഞിരിക്കുന്നത് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ F-35 യുദ്ധ വിമാനങ്ങൾ ഇറങ്ങുകയും അതുപോലെ അതിന്റെ മെയിൻ്റനൻസ് നടത്തുകയും ചെയ്യുന്ന പ്ലാറ്റ്ഫോമിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇവിടെയാണ്, അതായത് മോഫക് സൽത്തിയിലുള്ള അസറക് എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ ജോർദാനിലുള്ള എയർബേസിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇവിടെ പറയുന്നത് 3 35 യുദ്ധവിമാനങ്ങൾ പൂർണ്ണമായി തകർക്കുകയും അതുപോലെ 3 വിമാനങ്ങൾക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇവിടെ ഇറാന്റെ IRGC ജോർദാനിലുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു. അമേരിക്ക നടത്തിയ അതിക്രൂരമായ ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഞങ്ങൾ ഈ കാര്യം ചെയ്തിരിക്കുന്നത്. അമേരിക്ക കഴിഞ്ഞ രാത്രിയിൽ കാമബി കസ്ഫി മൻസിലൈനി മുത്തവാദിഐനി ലി അഹാലി ജസീറത്തെ ഖസം ബി കനാബിൽ ഖാരിഖ ലി തഹ്സിനാത്ത് ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ച് 2 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ആ ആക്രമണത്തിൽ ഒരു പിതാവും ഉമ്മയും അതുപോലെ ഒരു കുടുംബത്തിൽ നിന്നൊരു കുട്ടിയും അതേപോലെ മറ്റു 2 കുട്ടികളും ആ ഒരു ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഈ ഒരു അതിക്രമണത്തിന് മറുപടിയായിട്ടാണ് ഞങ്ങൾ ഈ ജോർദാനിലുള്ള ഈ ഒരു ബേസിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്നിട്ട് അവർ പ്രത്യേകമായി പറയുന്നത്, അവസാനമായി IRGC പറയുന്നു, അന്ന മിൻതഖതന ലൈസത്ത് മക്കാനലി ജയ്ഷി ഖതലത്തിൽ അത്ഫാൽ, കുട്ടികളെ കൊല്ലുന്ന സൈന്യത്തിനുള്ള സ്ഥാനമല്ല നമ്മുടെ മിൻതഖ, നമ്മുടെ പ്രവിശ്യ. നേരെ അല്ലദി യഖ്തുലു ബിവഹ്ശിയ ആയിലാത്ത് ബരീഅ ഫീ ജനഹിൽ ലൈലി വഹും നിയാം, ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ രാത്രിയുടെ കൂരിരുട്ടുകളിൽ ഒരു കാരണവുമില്ലാതെ കൊന്നുകളയുന്ന ഈ കൊലയാളികളെ സംരക്ഷിക്കാൻ ഈ മേഖല ഒരിക്കലും പാടില്ല. നമ്മുടെ ഈ ഒരു പോരാട്ടം തീർച്ചയായും ഈ ഇസ്ലാമിക് ഭൂമിയിൽ നിന്നും ഈ അധിനിവേശ കുട്ടികളെ കൊല്ലുന്ന ഈ വിഭാഗത്തെ തുരത്തി ഓടിക്കുന്നത് വരെ നിലനിൽക്കുമെന്നാണ് ഇറാന്റെ IRGC പറയുന്നത്. ഇത് ജോർദാനിലുള്ള സാധാരണക്കാരായ ആളുകൾക്കുള്ള അവരോടുള്ള ഒരു അഭിസംബോധനയായിട്ടാണ് IRGC പറഞ്ഞിരിക്കുന്നത്. ഇത് ഇറാന്റെ തന്നെ ഫാസ്റ്റ് ന്യൂസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.